ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലേണിംഗ് ഓറിയൻറ്റേഷൻസ് ആണ്. നമ്മൾ ലേണിംഗ് അപ്രോച്ചസുകളൊക്കെ പറഞ്ഞു. ഈ അപ്രോച്ചുമായിട്ട് തന്നെ അതേമാതിരി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ലേണിംഗ് ഓറിയൻറ്റേഷൻ. വലിയ വ്യത്യാസമൊന്നുമില്ല ലേണിംഗ് ഓറിയൻറ്റേഷൻ. നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലേ ഈ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബി എഡിന് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞിട്ട് ബി എഡിന് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം വന്നിട്ട് തന്നെ നമ്മുടെ ക്ലാസ് എടുത്ത് തുടങ്ങുന്നില്ല ചെയ്യുക. ആദ്യത്തെ ദിവസം നമുക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് തരിക ചെയ്യുക. ബി എഡ് നമുക്ക് പുറമേ നിന്ന് ഇങ്ങനെ കേട്ട് പരിചയമുള്ളൂ. അതൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ എന്തായാലും ഇത് വേണം, ടീച്ചറാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ഉണ്ടാവണം, ഈ ഡിഗ്രി കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവുക ചിലപ്പോൾ എന്താണ് ഭയങ്കര വർക്ക് ലോഡാണ്, അങ്ങനെയാണ് ആനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ തരും ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ. എത്ര സെമസ്റ്റർ ഉണ്ട്, എത്ര പേപ്പറുകൾ പഠിക്കാനുണ്ട്, അതിൽ എന്തൊക്കെ പ്രാക്ടിക്കൽ വർക്കുകളുണ്ട്, നിങ്ങൾ ഇനി ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള മൊത്തത്തിലൊരു ഓവർവ്യൂ തരും. പിന്നെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിന് മുന്നേ ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഓരോ വർക്ക്ഷോപ്പുകൾ ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു ക്ലാസ് പോലെ വയ്ക്കും. അതൊക്കെ ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് വേണ്ടത്, അതിനെ പറ്റിയിട്ടൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതാണ് ഈ ഓറിയൻറ്റേഷൻ. അപ്പോൾ ലേണിംഗ് ഓറിയൻറ്റേഷനും അതുമാതിരി ഒരു സംഭവമാണ്. അപ്പോൾ ലേണിംഗ് ഓറിയൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ വേ ടു അഡാപ്റ്റ് ടു ന്യൂ ലേണിംഗ് സിറ്റുവേഷൻസ് ആൻഡ് ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ അവിടെ ഒരു ഇൻട്രസ്റ്റും കൂടെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ബി എഡിന് വന്നു, ബി എഡിന് എന്തൊക്കെ ചെയ്യാനുള്ളത്, വർക്ക്ഷോപ്പുകളുണ്ട്, കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലറായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഡിഗ്രിക്കോ അല്ലെങ്കിൽ സ്കൂളിലോ ചെയ്ത മാതിരിയല്ല. കുറച്ചും കൂടെ അവിടെയൊക്കെ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. ഇവിടെ അങ്ങനെയല്ല, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പക്ഷേ അതിൻ്റെ കൂടുതൽ കുറേ എക്സ്ട്രാ കരിക്കുലറായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും. അതേമാതിരി തന്നെയാണ് ലേണിംഗ് ഓറിയൻറ്റേഷനും പറയുന്നത്. നമ്മളൊരു പുതിയ ലേണിംഗ് സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ അഡാപ്റ്റ് ചെയ്യണം, ആ ലേണിംഗ് സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ വളർത്തിയെടുക്കാം, ഇതൊക്കെയാണ് ലേണിംഗ് ഓറിയൻറ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കണം. ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുമ്പോൾ എന്താ പഠിക്കാൻ പോകുന്നത്, എന്താ ഏതാന്നൊക്കെയുള്ളൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരും. അതാണ് ലേണിംഗ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ എയിം എന്താണ് അതിൻ്റെ? ഡെവലപ്പ് ലേണേഴ്സ് പൊട്ടൻഷ്യൽ ആൻഡ് എബിലിറ്റി ടു ഡീൽ വിത്ത് വേരിയസ് ലേണിംഗ് കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് കോണ്ടെക്സ്റ്റുകളിലൊക്കെ ഒരു ലേണറുടെ ആ ഏരിയകളിലൊക്കെ ഒരു എബിലിറ്റിയും പൊട്ടൻഷ്യലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ലേണിംഗ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഏരിയയിലും ഓരോ തരത്തിലായിരിക്കും ഓരോ ടോപ്പിക്കുകളും പഠിക്കേണ്ടി വരിക. അവിടെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ, ലേണറുടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ലേണിംഗ് ഓറിയൻറ്റേഷൻ സഹായിക്കും. അടുത്തത് പറയുന്നത് ഫോക്കസാണ്. ലേണിംഗ് ഓറിയൻറ്റേഷൻ്റെ ഫോക്കസ് എന്താണ്? Direct participants' interest towards learning matters and facilitate self-organization of learning materials. ഈ പാർട്ടിസിപ്പൻസിന്, അതായത് നമ്മുടെ ലേണറുടെ ലേണിംഗ് മെറ്റീരിയലിനെ കുറിച്ചിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അതേമാതിരി അതൊക്കെ ഒന്ന് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ട് ആ ലേണിംഗ് മെറ്റീരിയലിനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ബി എഡിനൊരു സിലബസൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി തരുന്ന ഒരു സിലബസൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഓരോ ടോപ്പിക്ക്, ഒരു സൈക്കോളജി ആണെങ്കിൽ അല്ലെങ്കിൽ ഫിലോസഫി ആണെങ്കിൽ അതിനൊക്കെ നമ്മളൊരു ഓർഗനൈസേഷൻ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ ചില ടോപ്പിക്കൊക്കെ സ്കിപ്പ് ചെയ്ത് കളയും, അത്ര ഇമ്പോർട്ടൻ്റ് എല്ലാം തോന്നിയതൊക്കെ. അങ്ങനെ നമ്മളൊരു സെൽഫ് ഓർഗനൈസേഷനൊക്കെ നടത്തുക, അതൊക്കെയാണ് ലേണിംഗ് ഓറിയൻറ്റേഷൻ്റെ ഒരു ഫോക്കസ് വരുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? പ്രൊമോട്ടിങ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. ഈ ലേണിംഗ് ഓറിയൻറ്റേഷൻ നമ്മുടെ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിനെയും, ജീവിതകാലം മുഴുവനുള്ള ഒരു ലേണിങ്ങിനെയും അതേമാതിരി ഗ്രോത്തിനെയൊക്കെ ഡെവലപ്മെൻറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. Learning orientations promote lifelong learning by fostering a growth mindset and emphasizing continuous learning, empowering individuals for a dynamic world. പറഞ്ഞത് തന്നെ നമ്മുടെ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ലേണിംഗ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ് ഓറിയൻറ്റേഷൻ ആണ്. പ്രധാനമായിട്ടും 4 ടൈപ്പ് ലേണിംഗ് ഓറിയൻറ്റേഷൻ ആണുള്ളത്. റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ, മീനിങ് ഓറിയൻറ്റേഷൻ, അച്ചീവിങ് ഓറിയൻറ്റേഷൻ ആൻഡ് നോൺ അക്കാഡമിക് ഓറിയൻറ്റേഷൻ. ഇങ്ങനെ 4 ഓറിയൻറ്റേഷനുകളാണ് ഉള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ നമ്മൾ അപ്രോച്ചസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിലുള്ള സർഫസ് അപ്രോച്ച് നമ്മൾ പഠിച്ചില്ലേ, അതിൽ അപ്രോച്ചസിൽ അത് തന്നെയാണ് ഈ റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെമ്മറൈസേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് ആയിരിക്കും ഈ റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ വരിക. നമ്മുടെ സിലബസിനെയും ടീച്ചേഴ്സിനെയൊക്കെ
അവരെയൊക്കെ റിലേ ചെയ്തിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ ഒരു ലേണറുടെ ലേണിംഗ് നടക്കുക. കോസസ് പെസിമിസം ആൻഡ് ആൻസൈറ്റി. ഇവർ കാണാപ്പാഠം പഠിക്കുകയാണ്. ഈ റീപ്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ തന്നെ വേർഡ് മീനിങ് തന്നെ അറിയാം അല്ലേ. നമ്മൾ ഒന്നാകെ ഇങ്ങോട്ട് കാണാപ്പാഠം പഠിച്ച് വയ്ക്കുക, അത് വേണ്ട സമയത്താണ് റീപ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ, ഒരു പെസിമിസമാണ്, സംശയമാണ് ഉണ്ടാവുക. എനിക്ക് പറ്റുമോ, എനിക്ക് ഓർമ്മ കിട്ടുമോ, എനിക്ക് എഴുതാൻ കിട്ടുമോ, ആകെ ഒരു സംശയമാണ്. നമുക്ക് ആ സംഗതി എന്താണെന്ന് അറിയില്ല, കാണാപ്പാഠം പഠിച്ചിരിക്കുക. നമ്മുടെ ഓർമ്മശക്തി ചതിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല, ആവശ്യമുള്ള നേരത്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ആങ്സൈറ്റി കൂടും. ഈ പെസിമിസവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്തിൽ, റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ. ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് ഇവിടെ വർക്ക് ചെയ്യുക. നമുക്ക് ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് തോന്നിയിട്ടല്ല, പുറമേ നിന്ന് ഉള്ളൊരു എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ പരീക്ഷയ്ക്ക് പാസ്സാവണം, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ പാരൻസിന് ചീത്ത പറയും, മാർക്ക് കിട്ടിയില്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ ടീച്ചറിനെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ കിട്ടുന്ന കാര്യങ്ങൾ കട്ടായി പോകുമെന്നൊക്കെ പേടിച്ചിട്ടാവാം. അങ്ങനെ എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടാണ് റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ കുട്ടികൾ പഠിക്കുക. പിന്നെ ഗ്ലോബ് ട്രോട്ടിങ് ആയിരിക്കും, ഹാസ്നിങ് ടു റീച്ച് കൺക്ലൂഷൻ. നമ്മൾ പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതി പിടിക്കുക, കാര്യം എന്താ ഏതാണെന്ന് മനസ്സിലാക്കണില്ലാണ്ട് വായിക്കുക, അതുകൊണ്ട് കാണാപ്പാഠം പഠിക്കുക. അങ്ങനെ ഒരു ധൃതി പിടിച്ചൊരു പഠനമായിരിക്കും. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടായിരിക്കും, തോറ്റു പോകുമെന്നുള്ളൊരു ഫെയിലിയർ ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കുകയല്ലേ, കാണാപ്പാഠം പഠിക്കുമ്പോഴാണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് സംഗതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, കാണാപ്പാഠം പഠിച്ചിരിക്കുക. ചിലപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു 5 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുകയാവും, 1 2 3 4 5 പറഞ്ഞിട്ട്. അതിൽ 3ാമത്തെ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കി 4 5 കിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്തായി, ആകെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. നമുക്ക് ആ 4ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ പോയിൻ്റാണ് കയ്യിൽ നിന്ന് പോയാൽ ബാക്കി എല്ലാറ്റിനെയും, നമ്മൾ എഴുതുന്ന എല്ലാറ്റിനെയും ബാധിക്കുക. അപ്പോൾ ഒരു സർഫസ് അപ്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇത് റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ. കാണാപ്പാഠം പഠിച്ച് മെമ്മറീനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച് വെക്കുന്നതാണ് ഇത് റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മീനിങ് ഓറിയൻറ്റേഷൻ. മീനിങ് ഓറിയൻറ്റേഷൻ നമ്മുടെ അപ്രോച്ചസിൽ ഡീപ്പ് അപ്രോച്ച് മാതിരിയുള്ളതാണ് മീനിങ് ഓറിയൻറ്റേഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ലേണിംഗ് മെറ്റീരിയലൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതാണ് മീനിങ് ഓറിയൻറ്റേഷൻ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് മീനിങ് ഓറിയൻറ്റേഷൻ. ഇവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് നടക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമാണ്. എനിക്കിത് മനസ്സിലാക്കണം, ഇതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെടണം, ഫ്യൂച്ചറിൽ എനിക്ക് ഉപകാരപ്പെടണം എന്നൊക്കെയുള്ള സ്വന്തമായിട്ടുള്ള മോട്ടിവേഷൻ ആവുകയാണ്. ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ കാരണമാണ് കുട്ടിയുടെ പഠിക്കുന്നത്. എവിഡൻസും ലോജിക്കൊക്കെ വെച്ചിട്ടാണ് കുട്ടി പഠിക്കുക. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു സൂര്യൻ ഉദിക്കുക കിഴക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടി വിശ്വസിച്ചോളണമെന്നില്ല. ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടിക്ക് ഒരു പരിചയം ഉണ്ടാവണം. അത് അങ്ങനെയാണ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് കുട്ടി പഠിക്കുക. അതങ്ങനെയാണല്ലോ, ശരിയാണല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ രാവിലെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കുട്ടി അത് വിശ്വസിക്കുന്നു. എല്ലാതും ടീച്ചർ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടോ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങി പഠിച്ചു വയ്ക്കുന്ന രീതിയല്ല മീനിങ് ഓറിയൻറ്റേഷനിൽ വരുന്നത്. കുട്ടി സ്വന്തമായിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് കുട്ടിയുടെ ലോജിക്കും റീസണിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുട്ടിയുടെ പഠിക്കുക. ക്വസ്റ്റനിങ്ങിനെ ഈ മീനിങ് ഓറിയൻറ്റേഷനിൽ ക്വസ്റ്റനിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ചോദ്യം ചോദിക്കും, ഡീപ്പറായിട്ട് പഠിക്കും തോറും സംശയങ്ങളുണ്ടാവും, കുട്ടികൾ ചോദ്യം ചോദിക്കും. ടീച്ചർ അതിനെ എന്ത് ചെയ്യുന്നില്ല, സപ്രസ് ചെയ്യുന്നില്ല, ടീച്ചർ അതിനെ എൻകറേജ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ കോംപ്രിഹെൻഷനെ അത് വളർത്തിയെടുക്കുന്നുണ്ട്, നോട്ട് ജസ്റ്റ് മെമ്മറൈസേഷനാണ്. ഓർമ്മശക്തിയെ മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിനെയാണ് ഇവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മീനിങ് ഓറിയൻറ്റേഷനിൽ. അടുത്തതാണ് അച്ചീവിങ് ഓറിയൻറ്റേഷൻ. അച്ചീവിങ് ഓറിയൻറ്റേഷൻ നമ്മുടെ സ്ട്രാറ്റജിക് അപ്രോച്ച് പോലെയുള്ളതാണ് അച്ചീവിങ് ഓറിയൻറ്റേഷൻ. ഹയർ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കോമ്പറ്റീഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് ഇവിടെ വർക്ക് ചെയ്യുക അച്ചീവിങ് ഓറിയൻറ്റേഷനിൽ. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം മാനേജൊക്കെ ചെയ്തിട്ടാണ് അച്ചീവിങ് ഓറിയൻറ്റേഷനിൽ കുട്ടികൾ പഠിക്കുക. ഇവിടെ കുട്ടികളുടെ ലേണിംഗ് എങ്ങനെയായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും, റിട്ടൻഷനും റിട്രീവലൊക്കെ നടക്കും. കുട്ടി നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ നടക്കുന്ന മാതിരിയല്ല. കുട്ടി കാണാപ്പാഠം പഠിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, കാണാപ്പാഠം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടി നന്നായിട്ട് കൃത്യമായിട്ട് സ്ട്രാറ്റജികളൊക്കെ ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാനും പറ്റും. കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന കാരണം ജസ്റ്റ് കാണാപ്പാഠം പഠിക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ല ഇവിടെ നടക്കണം. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഏതാണ്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ്. കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം, സക്സസ്ഫുൾ ആവണം, അച്ചീവ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു മോട്ടിവേഷനാണ് കുട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ് ഇവിടെ ഉണ്ടാവുക, അച്ചീവിങ് ഓറിയൻറ്റേഷനിൽ ഉണ്ടാവുക. പിന്നെ ലേണിങ്ങിലൊരു കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നുണ്ട് അച്ചീവിങ് ഓറിയൻറ്റേഷൻ.
അടുത്ത് പറയുന്നതാണ് നോൺ അക്കാഡമിക് ഓറിയൻറ്റേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞ എല്ലാ ഓറിയൻറ്റേഷനിലും വെച്ചിട്ട് ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷനാണ് നോൺ അക്കാഡമിക് ഓറിയൻറ്റേഷൻ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്ലാസ്സിലേക്ക് ഏറ്റവും പൂവറായിട്ടുള്ള സ്റ്റുഡൻറ്റ്, തനി ഉഴപ്പൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പോകുന്ന ഒരു തരത്തിലുള്ള ഒരു നോൺ അക്കാഡമിക് ഓറിയൻറ്റേഷനാണ്. ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും, കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവില്ല, സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല, പഠിക്കുന്നതിനെ കുറിച്ച് തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്തിനാ ഇപ്പോൾ പഠിക്കണേ, പാസ്സായിട്ട് ഇപ്പം എന്താ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉദാഹരണം സുജാത സിനിമയിലെ അതിൽ ആദ്യത്തെ ഒരു ഫേസിൽ ആ കുട്ടി മഞ്ജുവാരുടെ കുട്ടി കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എന്തിനാ പഠിച്ചിട്ട് ഞാൻ വീട്ടുവേലക്കാരി ആവാൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല എന്നിട്ടൊന്നുമില്ല, പക്ഷെ പഠിക്കില്ല, ഞാനിപ്പോൾ എന്തായാലും വീട്ടു ജോലിക്കാരി ആവാനേ പോകുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയി, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോകാൻ, ഒരു ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല പഠനത്തിൽ, എന്താ ക്ലാസ് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, ബുക്കിൽ എന്തൊക്കെയാണ് എഴുതിക്കുന്നത്, കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും വരുന്നില്ല പഠിക്കാൻ പറ്റുന്നു. കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടി ആദ്യമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയെന്നും കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന പോലും ഇല്ല. അതിന് ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനാണ് നോൺ അക്കാഡമിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നാലും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ എന്താണ്? സർഫസ് ആയിട്ടുള്ള ലേണിംഗ് ആണ്, സർഫസ് അപ്രോച്ചിൽ വരുന്ന സർഫസ് ലേണിംഗ് ആണ്. മീനിങ് ഓറിയൻറ്റേഷനോ ഡീപ്പ് ലേണിംഗ് ആണ്. അച്ചീവിങ് ഓറിയൻറ്റേഷൻ സ്ട്രാറ്റജിക് ലേണിംഗ് ആണ്. നോൺ അക്കാഡമിക്കോ ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. ഇനി റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. പിന്നെ മീനിങ് ഓറിയൻറ്റേഷനിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അച്ചീവിങ് ഓറിയൻറ്റേഷനിൽ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ആണ്. നോൺ അക്കാഡമിക്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വർക്ക് ചെയ്യണത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇമ്പാക്റ്റ് ഓൺ ലേണിംഗ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ഓരോ ഓറിയൻറ്റേഷനും ഓരോ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ലേണിംഗ് ഓറിയൻറ്റേഷനിൽ. റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ലേണിങ്ങിനെ ഒരു മെമ്മറൈസ് ചെയ്യുക, ആ ആവശ്യമുള്ളപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ മീനിങ് ഓറിയൻറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഡീപ്പറായിട്ടുള്ളൊരു കോംപ്രിഹെൻഷനും റിട്ടൻഷനൊക്കെ ഫോസ്റ്റർ ചെയ്യും. നമുക്ക് കുറേ കാലത്തേക്ക് ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ടാവും പഠിച്ച കാര്യം. മീനിങ് ഓറിയൻറ്റേഷനിൽ കൂടെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഓറിയൻറ്റേഷനും നമ്മുടെ ലേണിംഗ് ഔട്ട്കംസിൽ ഓരോ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി റോൾ ഇൻ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷനിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഒന്നും ഡെവലപ്പ് ആവുന്നില്ല കാര്യമായിട്ട്. നമ്മൾ തത്തമ്മയെ പൂച്ച എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പഠിക്കേണ്ടത്. ടീച്ചർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽ എന്ത് എഴുതിയിരിക്കുന്നു അത് അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് വിടുക. പക്ഷേ മീനിങ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അച്ചീവിങ് ഓറിയൻറ്റേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോൺട്രിബ്യൂഷൻ ടു ഓവറോൾ അക്കാഡമിക് സക്സസ്. ഇപ്പോൾ മീനിങ് ഓറിയൻറ്റേഷനും അതേമാതിരി അച്ചീവിങ് ഓറിയൻറ്റേഷനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള സക്സസ്സിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റീപ്രൊഡ്യൂസിങ്ങിലും ഒരു എക്സ്റ്റെൻറ്റ് വരെയൊക്കെ നമുക്ക് ചിലപ്പോൾ പാസ്സാവാനൊക്കെ പറ്റും, പക്ഷെ ഭയങ്കരമായിട്ടൊരു സക്സസ് കൊണ്ടുവരാനൊന്നും റീപ്രൊഡ്യൂസിങ് പറ്റില്ല. പിന്നെ നോൺ അക്കാഡമിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷനാണ്. അവിടെ പഠനം എന്നുള്ള കാര്യമേ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇനി ഇൻഫ്ലുവൻസ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. ഇൻഫ്ലുവൻസ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലേണിംഗ് ഓറിയൻറ്റേഷനും ഓരോ മാതിരിയാണ് നമ്മുടെ മോട്ടിവേഷനെയും ലേണിംഗ് എൻഗേജ്മെൻറ്റിനെയൊക്കെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസിങ് മോട്ടിവേഷനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ മീനിങ് ഓറിയൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതേമാതിരി അച്ചീവിങ് ഓറിയൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ മോട്ടിവേഷനും എൻഗേജ്മെൻറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് ഓറിയൻറ്റേഷൻസിന് നമ്മുടെ മോട്ടിവേഷനിലും ലേണിംഗ് എൻഗേജ്മെൻറ്റിലൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്? ലേണിംഗ് ഓറിയൻറ്റേഷനും അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഓരോ ടൈപ്സിലും വരുന്ന കാര്യങ്ങൾ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി പറയണത് എന്താണ്? ലേണിംഗ് ഓറിയൻറ്റേഷൻസ് നമ്മുടെ എഫക്റ്റീവായിട്ടുള്ളൊരു ലേണിങ്ങിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ലേണിംഗ് ഓറിയൻറ്റേഷനെ പറ്റിയിട്ട് നമ്മൾ അറിയാമെന്നുള്ളത്. ഓരോ ലേണിംഗ് ഓറിയൻറ്റേഷനും ലേണിംഗ് ഔട്ട്കമ്മിലും ആറ്റിറ്റ്യൂഡിലും ലേണറുടെ ആറ്റിറ്റ്യൂഡിലും ലേണിംഗ് ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഓരോ തരത്തിലുള്ള ഇംപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റീപ്രൊഡ്യൂസിങ് ഓറിയൻറ്റേഷൻ നമ്മളെ ഒരു തരത്തിലായിരിക്കും ഒരു കുട്ടിക്ക് ലേണിംഗ് ഔട്ട്കമ്മിന് ഉണ്ടാക്കുക. അതുമാതിരി ആയിരിക്കില്ല മീനിങ് ഓറിയൻറ്റേഷൻ്റെ ലേണിംഗ് ഔട്ട്കം ഉണ്ടാവുക. അതുമാതിരി ആവില്ല അച്ചീവിങ് ഓറിയൻറ്റേഷൻ്റെ ലേണിംഗ് ഔട്ട്കം. ഇതിന്ന് മൂന്നൊന്ന് വ്യത്യാസമാണ് നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ്റെ ലേണിംഗ് ഔട്ട്കം വരിക.
ഇനി അതേമാതിരി എൻകറേജ് അഡോപ്ഷൻ ഓഫ് മീനിങ് ആൻഡ് അച്ചീവിംഗ് ഓറിയൻറ്റേഷൻ ഫോർ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസസ്. ഈ ലേണിംഗ് ഓറിയൻറ്റേഷനിൽ തന്നെ മീനിങ് ഓറിയൻറ്റേഷനും അച്ചീവിംഗ് ഓറിയൻറ്റേഷനുമാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലേണിംഗ് ഓറിയൻറ്റേഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.